അങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടല്ലോ. ഞങ്ങൾ ഈ കുടുങ്ങി പോകുന്നത് പള്ളിയിൽ സിന്ധു വിമല സിസ്റ്ററിൻ്റെ സിൽവർ ജൂബിലി സെലിബ്രേഷനാണ് കേട്ടോ. ചെന്ന് കയറിയപ്പോൾ ഫുഡും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു. വേറൊന്നുമല്ല, അവിടെ നിന്ന് കുറച്ച് മരുന്ന് വാങ്ങാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി നീറ്റിൻകരയ്ക്ക് പോവുകയാണ്. വേറൊന്നിനുമല്ല, എനിക്കൊരു ബാഗ് വാങ്ങണം. അങ്ങനെ ഞങ്ങളിത് ബാഗ് വാങ്ങാനായിട്ട് പോവുകയാണ്. അങ്ങനെ അവിടെ എത്തി. എനിക്ക് ആവശ്യമുള്ള ബാഗൊക്കെ വാങ്ങിയതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി. ബസ് സ്റ്റാൻഡിൽ വന്നു. കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കേട്ടോ ഞങ്ങളെ ബസ് വന്നത്. സ്റ്റോപ്പിലെത്തി. ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് ചായയോടൊപ്പം കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും വാങ്ങണമല്ലോ. അങ്ങനെ വന്നതാണ് കേട്ടോ ഈ കടയിൽ. സാധനവും വാങ്ങിക്കൊണ്ട് എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണം. വേറെ ഒന്നും കൊണ്ടല്ല, ഞാനൊരു കൊറിയൻ വെബ് സീരീസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതെന്തായിരുന്നാലും എനിക്ക് പൂർത്തിയാക്കണമെന്നുണ്ട്. ഞാൻ അങ്ങനെ കൊറിയൻ വെബ് സീരീസ് ഒന്നും കാണുന്ന ആളല്ല. ബട്ട് ഈ ഒരു സിനിമ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ റീൽസ് കണ്ടിട്ടാണ് കേട്ടോ ഈ സിനിമ കാണുന്നത്. അതിൻ്റെ അവസാന ഭാഗം എത്തുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ തനിയെ പുഞ്ചിരിച്ച് പോകും കേട്ടോ. അങ്ങനത്തെ ഒരു സിനിമയാണ്. ഭയങ്കര സിനിമയെന്നൊന്നും പറയുന്നില്ല, എന്നാൽ കണ്ടിരിക്കാൻ പറ്റിയ ഒരു വെബ് സീരീസാണ്. ആവശ്യത്തിന് കോമഡിയൊക്കെ ഉണ്ട്. അവർ വേണമെങ്കിൽ ഈ മൂവിന്ന് കണ്ടു നോക്കൂ. അപ്പോൾ എന്തായിരുന്നാലും എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.